സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകിയിട്ടും പണം നൽകാത്തതിൽ ഭീഷണി സ്വരവുമായി സർക്കാർ. ജീവനക്കാരുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ കർശന നിർദ്ദേശം. ജീവനക്കാരുടെ പ്രത്യേക അപേക്ഷയ്ക്കായി കാത്തിരിക്കേണ്ടെന്ന് സർക്കുലറിൽ പറയുന്നു. പിരിവിൽ വീഴ്ച വരുത്തിയാൽ DDOമാർക്ക് ശമ്പളം കിട്ടില്ലെന്നും ഉത്തരവിൽ പറയുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാലറി ചലഞ്ച് പാളിയതോടെയാണ് ഭീഷണി സ്വരമുള്ള കർശന നിർദ്ദേശങ്ങളുമായി ധനവകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത്. PF-ൽ നിന്നും ആർജിത അവധി സറണ്ടറിൽ നിന്നും പണം നൽകാൻ സന്നദ്ധത അറിയിച്ച 20,000-ഓളം പേരാണ് നിസ്സഹകരണം നടത്തുന്നത്. ഇത്തരത്തിൽ പണം നൽകാൻ ജീവനക്കാരുടെ അപേക്ഷയും അനുമതിയും ആവശ്യമാണെന്നതിനാൽ സർക്കാരിന് നേരിട്ട് തുക പിടിക്കാൻ കഴിയില്ലെന്നതായിരുന്നു ജീവനക്കാർ മുതലെടുത്തത്. ഇനി ഇത്തരം അനുമതിക്ക് കാത്തു നിൽക്കേണ്ടെന്നും സാലറി ചലഞ്ചിനുള്ള സമ്മതപത്രം ക്ലെയിം അപേക്ഷയായി കണക്കാക്കാമെന്നുമാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. മെയ് 31-ന് മുമ്പായി ബില്ലുകൾ ജനറേറ്റ് ചെയ്ത് ശമ്പളം പിടിക്കാനും ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനും ശമ്പള വിതരണ ഉദ്യോഗസ്ഥരായ DDOമാർക്ക് നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാത്ത DDOമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. നടപടി സ്വീകരിക്കാത്ത DDOമാരുടെ മെയ് മാസത്തെ ശമ്പള ബിൽ തയ്യാറാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഭീഷണി. സംഭാവന വൈകിപ്പിക്കാൻ ഓപ്ഷൻ മാറ്റത്തിന് അപേക്ഷിക്കുന്നതിലും ധനവകുപ്പിന് അതൃപ്തിയുണ്ട്. ഇനിയൊരു ഓപ്ഷൻ മാറ്റവും ജീവനക്കാർക്ക് നൽകില്ലെന്നാണ് നിലപാട്. 500 കോടി രൂപ പ്രതീക്ഷിച്ചാണ് സർക്കാർ ജീവനക്കാർക്കിടയിൽ സാലറി ചലഞ്ച് നടത്തിയത്. എന്നാൽ 232 കോടി രൂപ മാത്രമാണ് ചലഞ്ചിലൂടെ സമാഹരിക്കാനായത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.